കോൺഗ്രസ് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കാനാണ് സാധ്യത കൂടുതൽ. ഏതെങ്കിലും ഒരു പ്രതിനിധിയെ അയക്കാനാണ് സാധ്യത. ക്ഷണം ലഭിച്ചു. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാട്, അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ബുദ്ധിമുട്ടായി തന്നെ കാണുകയാണ്. ഇതിപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ആയാലും പിന്നീട് അങ്ങോട്ട് രാജീവ് ഗാന്ധി ആയാലും ഒക്കെ എടുത്ത നിലപാടുകൾ ഹിന്ദുത്വയ്ക്ക് പകരം മൃദു ഹിന്ദുത്വ എടുത്താലേ വിജയിക്കാനാവൂ എന്നൊരു തോന്നലാണ് അവർക്കുണ്ടായിട്ടുള്ളത്. നരസിംഹറാവു ആണല്ലോ ബാബറി മസ്ജിദ് സമയത്ത് ആ ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ കാര്യത്തിലേക്ക് വഴി തെളിച്ചത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നല്ലോ. പിന്നീട് ആ ബാബറി മസ്ജിദ് പൊളിച്ചത് തന്റെ കാലഘട്ടത്തിൽ പൊളിച്ചതിന് കോൺഗ്രസ് നേതൃത്വം തന്നെ അതിൽ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്താണ്, രാമജന്മഭൂമി രാജീവ് ഗാന്ധിയുടെ അഭിലാഷമായിരുന്നു എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. കമൽനാഥാണ് ഞാനും അവിടേക്ക് ക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടികകൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ഒരു പാർട്ടിക്ക് ഈ മൃദു ഹിന്ദുത്വ നിലപാടെടുത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടായതായി നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലടക്കം എന്ത് തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ കമൽനാഥിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്നും വന്നിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണോ? സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പറയാൻ പറ്റുകയില്ല. അവിടെ വരാൻ പോകുന്ന പ്രതിഷ്ഠ എന്നുള്ളത് ഹിന്ദുത്വയുടെ പ്രതിഷ്ഠയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസിന് ഭയമാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള കേരളത്തിലെ കോൺഗ്രസിനെയാണ് വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്നിപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം നമ്മൾ കണ്ടു, കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കണ്ടു. എങ്ങും തൊടാതെ ശശി തരൂർ പറഞ്ഞത് വ്യക്തിപരമായുള്ള ക്ഷണമാണ്, ഓരോരുത്തരും ക്ഷണിക്കുന്നവർക്ക് തീരുമാനിക്കാമെന്നാണ്. അത് ഏത് രൂപത്തിലാണ് എടുക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മറിച്ചൊരു കാര്യം പറയാനുള്ള ധൈര്യമില്ലായ്മയുണ്ട്. അതേസമയം കേരളത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം എപ്പോഴും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള ന്യൂനപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുന്ന CPM-നെ പിന്തുണയ്ക്കുമോ എന്നുള്ള സംശയം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സമസ്തയുടെ മുഖപത്രത്തിൽ വന്ന ലേഖനമടക്കം എത്രത്തോളം CPM-നെ പുകഴ്ത്തുന്ന ഈ വിഷയത്തിൽ കാൽ വയ്ക്കും, പള്ളി പൊളിച്ചെടുത്ത് കാൽ വയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സമസ്തയുടെ മാത്രം ചോദ്യമല്ല, ഒരു മതേതര മനസ്സിന്റെ ചോദ്യമാണ്. അത് ഇന്ത്യയിൽ മതേതര മനസ്സുള്ള ആരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ കൃത്യമായ മറുപടി പറയാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഈ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പാർലമെന്റിൽ പ്രതിപക്ഷം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ ഇപ്പോഴെങ്കിലും ഒരു നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? Meet the editors.